എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മുടെ കേരളത്തിൽ അർഹത ഉള്ളവർക്ക് കിട്ടേണ്ടത് അർഹതയില്ലാത്തവർ കരസ്ഥമാക്കുന്നു. അതായത് ഗവൺമെൻറ് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ പല വ്യക്തികളും അവർക്ക് തെറ്റില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട്, വീട്ടുവാടക കിട്ടുന്നുണ്ട്, നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ട്, പുറം രാജ്യങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മക്കളിൽ നിന്ന് ഉള്ള ആനുകൂല്യം കൂട്ടുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി അവർ പെൻഷനും ക്ഷേമ പെൻഷനും വാങ്ങുന്നു. ഇത് കേവലം ഒരു വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാർ കാട്ടിക്കൂട്ടുന്ന ആഭാസതരങ്ങളാണ്. അതായത് ഒരു വോട്ടിന് വേണ്ടി ഒരു പെൻഷൻ സ്വരൂപിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് തീർച്ചയായും അവർക്ക് വോട്ട് ലഭിക്കും. അവർക്ക് അർഹതയുണ്ടോ, ഇവർ അർഹത ഇല്ലാത്തവരാണ്, അതൊന്നും ശ്രദ്ധിക്കാറില്ല. മോസ്റ്റ്ലി അർഹതയില്ലാത്തവർക്കാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അങ്ങനെ ഒരു ഭീമമായ തുക ഗവൺമെൻറ്റിന് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഒത്തിരി പട്ടിണി പാവങ്ങളും പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ അർഹതയില്ലാത്തവരുടെ പെൻഷൻ കട്ട് ചെയ്താൽ ആ തുക ഈ പാവം പിടിച്ചവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് പലപ്പോഴും ഇവരെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ല. രാഷ്ട്രീയക്കാർ ഒട്ടും അത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവരുടെ വോട്ട് ബാങ്കാണ്. സോ ഇനിയെങ്കിലും ഗവൺമെൻറ് അടിയന്തരമായി ഒരു ഒരു കമ്മീഷനെ രൂപീകരിച്ച് ആരും അറിയാത്ത രീതിയിൽ ലോക്കൽ സപ്പോർട്ടില്ലാതെ തന്നെ ഇങ്ങനെയുള്ള ഇടങ്ങൾ സന്ദർശിച്ച് ഈ പെൻഷൻ വാങ്ങുന്നവർ അവർ അർഹരാണോ, അവർക്ക് അർഹതയുണ്ടോ ഇല്ലേ എന്ന് കണ്ടറിഞ്ഞിട്ട് വേണം അവർക്ക് ഇനി പെൻഷൻ കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ പെൻഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. അർഹിക്കാത്തവർ അർഹിക്കുന്നത് വാങ്ങിക്കൂട്ടുമ്പോൾ പാവം പലരും ബുദ്ധിമുട്ടുന്നവരുണ്ട്. പെൻഷൻ കിട്ടാത്തവർ പലരുമുണ്ട്. നമുക്കറിയാം, പലരും സ്വന്തം ഒരു കിടപ്പാടം വരെ ഇല്ലാതെ ഇന്നും ടാർപോൾ ഷീറ്റ് കെട്ടി താമസിക്കുന്നവരുണ്ട് ഉൾനാടുകളിൽ. അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് ചെറിയൊരു ഗ്രഹമെങ്കിലും നിർമ്മിച്ച് കൊടുക്കണമെങ്കിൽ നല്ല സാമ്പത്തിക സംവിധാനം നമ്മുടെ സ്റ്റേറ്റ്സിനുണ്ടാകണം. എന്നാൽ അനാവശ്യമായി ദൂർത്തടിച്ച് അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്ന ഈ തുകകൾ പിടിച്ചാൽ ഒരു പരിധിവരെ പാവപ്പെട്ടവന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് വളരെ അടിയന്തരമായി ഗവൺമെൻറ് ഇതിന് വേണ്ടൊരു തീരുമാനം കൈക്കൊള്ളണം. എപ്പോഴും എന്തും അത് അർഹിക്കുന്നവർക്ക് കിട്ടുന്നൊരു സംവിധാനമായിരിക്കണം. ആരുടെയെങ്കിലും റെക്കമെൻഡിൽ പെൻഷൻ വേണ്ടാത്തവർക്കും അവർക്ക് പെൻഷൻ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നൊരു സംവിധാനം നിർത്തലാക്കണം. അർഹിക്കുന്നവർക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. അതുമല്ല, രാഷ്ട്രീയ ലെവലേശം കലർപ്പില്ലാത്തവരായിരിക്കണം ഇങ്ങനെയുള്ള ഇവർക്ക് വേണ്ട ഒരു ഇവരെ മോണിറ്റർ ചെയ്യേണ്ടത്. ഇവർ അർഹരാണോ അർഹത ഇല്ലാത്തവരാണോ എന്ന് അവരിലൂടെ കണ്ടുപിടിച്ച് അവരുടെ പെൻഷൻ ഇമ്മീഡിയറ്റായിട്ട് ക്യാൻസൽ ചെയ്യണം. പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുണ്ട്. ചിലർ 2 പെൻഷൻ വാങ്ങണം. അതായത് ക്ഷേമ പെൻഷൻ ഒരു തരത്തിൽ, വേറെന്തൊക്കെ ഈ മത്സ്യത്തൊഴിലാളികൾ അവർക്കും ഉണ്ട് പല പെൻഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം ക്ലബ്ബ് ചെയ്ത് ഒരു പെൻഷനാക്കുന്നത് വളരെ നന്നായിരിക്കും. കുടുംബത്തിൽ തന്നെ ഹസ്ബൻഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കാം, അവർക്ക് പെൻഷൻ വാങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ പെൻഷൻ കിട്ടുന്നവർക്ക് സൗകര്യം ഉള്ളവർ തന്നെ
ഭാര്യയ്ക്ക് ഈ പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുമുണ്ട്. അങ്ങനെ ഒരുപാട് തിരിമറികൾ നടപ്പുണ്ട്. അതുകൊണ്ട് അർജൻറ്റായിട്ട് ഗവൺമെൻറ് ഇതിനൊരു തീരുമാനമെടുത്ത് വേണ്ട സംവിധാനം ഉണ്ടാക്കുമെന്ന് ആശിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.